സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ. പാട്ട് മതിയാക്കുന്നു, പാട്ട് പറഞ്ഞത് മതിയാക്കുന്നു. ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഈയിടെ അന്തരിച്ചതായി നാമൊക്കെ വാർത്താമാധ്യമങ്ങളിൽ കാണുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. ധാരാളം സിനിമകൾക്ക് കേൾവി സുഖമുള്ള ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഇപ്പോൾ വയലാറിൻ്റെ അല്ലെങ്കിൽ പി ഭാസ്കരൻ മാസ്റ്ററുടെ രചനകളെപ്പോലെ ആഴത്തിലുള്ള തത്വചിന്തയോ ബിംബകൽപ്പനകളോ ഒക്കെ വലിയ ഡെപ്തുള്ള ബിംബകൽപ്പനകളോ ഒന്നും ശ്രീ മങ്കൊമ്പിൻ്റെ രചനയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. എങ്കിൽ പോലും ആ സിനിമയുടെ സാഹചര്യത്തിന്, സിറ്റുവേഷന് ഒത്ത ലളിതമുള്ള പാട്ടുകൾ കുറേ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സുജാത എന്ന സിനിമയിലെ താലിപ്പൂ പീലിപ്പൂ, പിന്നെ അത്ര കാവ്യഭംഗിയില്ലാത്ത കാളിദാസൻ്റെ കാവ്യഭാവനയെ തുടങ്ങി ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയാൻ ശ്രമിച്ച പാട്ട് ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ, നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ശ്രീ കണ്ണൂർ രാജനീണം പകർന്ന ഗാനം. സുജാതയുടെ സംഗീത സംവിധായകൻ ശ്രീ രവീന്ദ്ര ജെയിനാണ്. വളരെ പ്രശസ്തനായ ഉത്തരേന്ത്യൻ സംഗീത സംവിധായകൻ ശ്രീ രവീന്ദ്ര ജെയിനാണ്. പിന്നെ ധാരാളം ഗാനങ്ങൾ ശ്രീ മങ്കൊമ്പിൻ്റേതായിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ റേഡിയോയിലും ടി വിയിലുമൊക്കെ, പ്രത്യേകിച്ച് റേഡിയോയിൽ കേട്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. ലളിതമായ കൽപ്പനകളും പാട്ടുകളുമൊക്കെയാണ്. മങ്കൊമ്പിൻ്റെ പാട്ടുകളൊക്കെ സാധാരണക്കാർ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാനങ്ങളുടെ ഓർമ്മ പങ്കുവയ്ക്കുകയായിരുന്നു ഞാനിവിടെ. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.